ഹലോ, നമുക്കൊരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സമയങ്ങളാണ്. നമ്മുടെ ജീവിതം ഓരോ ദിവസവും തീർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അഥവാ നമ്മുടെ സമയത്തിൽ നിന്ന് അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളതെല്ലാം നമുക്ക് വീണ്ടും നേടിയെടുക്കാൻ കഴിയും. എന്നാൽ തീർന്നു പോകുന്ന സമയങ്ങൾ ഒരിക്കലും തിരികെ കിട്ടുന്നതല്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പെടാൻ വേണ്ടി, കഷ്ടപ്പെട്ട് ഒരു വരുമാനത്തിന് വേണ്ടി ജീവിതം എരിഞ്ഞു തീർക്കേണ്ടവരല്ല. മറിച്ച് നിങ്ങൾ ജീവിതം ജീവിച്ചു തീർക്കേണ്ടവരാണ്. ജീവിതം ജീവിക്കുക എന്ന് പറയുന്നത് വലിയ വരുമാനം ഉണ്ടെങ്കിൽ മാത്രം ജീവിക്കാൻ കഴിയുന്ന ഒന്നല്ല. ജീവിതം ജീവിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിന് സംതൃപ്തിയോടെ ഓരോ സമയങ്ങളും ചെലവഴിക്കുക എന്നാണ്. ഒരാൾക്ക് ഒരു ദിവസം കഞ്ഞി കുടിക്കണമെങ്കിൽ, 3 നേരം വയർ നിറച്ച് കഞ്ഞി കുടിക്കണമെങ്കിൽ ശരാശരി 1/4 കിലോ അരി മതിയാകുമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ചിലർക്കത് 1 കിലോയാണെന്ന് കൂട്ടിക്കൊള്ളുക. എന്നാലും അതിന് വരുന്ന ചിലവ് 35 രൂപയാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെ കഞ്ഞി എന്നും ഈ കഞ്ഞി കുടിച്ച് ജീവിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നമ്മളീ എന്തിനൊക്കെയോ വേണ്ടി അധ്വാനിക്കുന്നത് പലപ്പോഴും നമ്മുടെ സമയങ്ങളെയും നമ്മുടെ ജീവിതത്തെയും പണയപ്പെടുത്തിക്കൊണ്ടാണ്, നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ജീവിതത്തെ എരിച്ചു തീർക്കേണ്ടവരല്ല നമ്മൾ. പക്ഷേ കഷ്ടപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമാണ്. അത് നമ്മൾ പല കാര്യങ്ങളും പഠിക്കാനായിട്ട് നമുക്ക് കഷ്ടപ്പാടുകൾ വേണം. പക്ഷെ കഷ്ടപ്പാടെന്ന് പറയുന്നതും നമ്മളുടെക്കല്ലാതെ, നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ലാത്ത, നമുക്ക് മാനസിക സംതൃപ്തി തരാത്ത, നമ്മുടേതല്ലാത്ത ഒരു ജോലികൾ ചെയ്തുകൊണ്ട് നമ്മുടെ മാനസികമായ അസംതൃപ്തിയും ശാരീരികമായ ദോഷങ്ങളും അനുഭവിച്ചുകൊണ്ട് ഒരു ജോലി ചെയ്ത് നമ്മുടെ ദിവസങ്ങൾ തള്ളി നീക്കേണ്ടവരല്ല. മറിച്ച് വരുമാനം ചെറുതാകട്ടെ വലുതാകട്ടെ, വരുമാനം എത്ര ചെറുതായാലും മനസ്സംതൃപ്തിയോടെ തൃപ്തിയുള്ള കാര്യങ്ങൾ ചെയ്ത്, നമുക്ക് പാഷനുള്ള കാര്യങ്ങൾ, നമുക്ക് ഇൻട്രസ്റ്റുള്ള കാര്യങ്ങൾ ചെയ്താണ് നമ്മൾ ജീവിക്കേണ്ടത്. ഇന്ത്യക്ക് വെളിയിൽ അനേക ആളുകൾ അനേകരും ജീവിക്കുന്നത് അവരുടെ പാഷൻ്റെ പിന്നാലെയാണ്. അവർ ജീവിതം ആ നിലയിലെങ്കിലും എൻജോയ് ചെയ്താണ് അവർ ജീവിക്കുന്നത്. എന്നാൽ ഇന്ത്യക്ക് വെളിയിൽ മറ്റു പല നഗരങ്ങളിലും ജീവിതം ഇതുപോലെ കഷ്ടപ്പെട്ട് എരിഞ്ഞടങ്ങുന്ന അനേകരുമുണ്ട്. അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ, സിറ്റികളിലുമൊക്കെ അനേക ലോണുകളെടുത്ത് ജീവിതം ദിവസേന ജോലി ചെയ്ത് കടങ്ങൾ വീട്ടാൻ വേണ്ടി കഷ്ടപ്പെടുന്ന അനേക ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങളൊരു ചെയ്യുന്ന ജോലിയോ സംരംഭമോ എന്ത് തന്നെയായാലും അത് നിങ്ങളുടെ പാഷനാണെങ്കിൽ, അത് നിങ്ങൾക്ക് സംതൃപ്തി തരുന്നൊരു കാര്യമാണെങ്കിൽ അതൊരു ജോലിയായിട്ട് തന്നെ നിങ്ങൾക്ക് തോന്നുകയില്ല. അതിനുവേണ്ടി 24 മണിക്കൂർ ചെയ്താലും നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയില്ല. അതിൽ നിന്ന് വരുമാനം കുറഞ്ഞാൽ പോലും നിങ്ങൾക്ക് വലിയൊരു മനസ്സംതൃപ്തി ഉണ്ടായിരിക്കും. അതാണ് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരു ലക്ഷ്യമാക്കി വെക്കേണ്ടത്. നമ്മുടെ ജീവിതം എരിഞ്ഞു പോകാനല്ല, മറ്റെന്തിനോ വേണ്ടി എരിഞ്ഞ് തീർന്നു പോയല്ലോ എന്ന് വിചാരിക്കാനല്ല. നമുക്ക് പാഷനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടവരാണ്. പാട്ട് പാടാൻ കഴിവുള്ളവരാണ്. പാട്ടുകൾ പാടാൻ ഇന്ന് അവസരങ്ങളുണ്ട്. പാട്ട് പാടുക. അതായത് ഇന്ന് ദൈവം സഹായിച്ച് പാട്ട്, ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഒരു നാട്ടിൽ ഒരു റേഡിയോ, ബാറ്ററി ഇട്ട റേഡിയോ ഉള്ളവർ തന്നെ ചുരുക്കമാണ്. ചുരുക്കം വീടുകളിലെ റേഡിയോ തന്നെയുള്ളൂ, വേറെ ഒന്നുമില്ല, കറണ്ട് പോലുമില്ല. എന്നാൽ ഇന്നോ ഓരോരുത്തർക്കും പാട്ട് പാടി ലോകത്തിൻ്റെ അറ്റം വരെ അവർ പാട്ട് എത്തിക്കാനായിട്ടുള്ള, ഫ്രീ ആയിട്ട് പാടാനുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക, നിങ്ങളെ തന്നെ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക. നിങ്ങളുടെ ജീവിതം സന്തോഷത്തിൽ ജീവിക്കട്ടെ. ഞാനൊരാളുടെ കാര്യം കേട്ടിട്ടുണ്ട്. അയാൾ ഒരു സ്ത്രീയാണ്. അവർ വളരെ ഭാരപ്പെട്ട് അവരെ കുടുംബം പുലർത്താൻ വേണ്ടി ഒരു ജോലിക്ക്, അവർക്ക് ഒരു സംതൃപ്തിയും ഇല്ലാത്ത ഒരു ജോലിക്ക് വേണ്ടി അവർ സ്ഥിരം ജീവിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു 40 വയസ്സ് കഴിഞ്ഞ് 45 വയസ്സായപ്പോഴാണ് തോന്നുന്നു അവർ പെട്ടെന്ന് ക്യാൻസർ രോഗിയാണെന്നും ഇനി 1 വർഷമേ അവർ ജീവിക്കുള്ളെന്നും ഡോക്ടർ വിധി പറഞ്ഞു.
അപ്പോൾ അവരിങ്ങനെ ചിന്തിച്ചു, ഇനി എനിക്ക് ഇത്രയും കാലം ഞാൻ ഈ ജോലിക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ട് നടന്നു. അപ്പോൾ അവർ ക്യാൻസർ രോഗിയാക്കിയത് തന്നെ പ്രധാന കാരണം അവരുടെ മാനസികമായ സ്ട്രെസ്സാണ്. സന്തോഷമില്ലാത്ത കാര്യത്തിന് വേണ്ടി ജീവിതം തള്ളി നീക്കിയതാണ്. ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങളുടെ സന്തോഷമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നരകജീവിതം നയിക്കുമ്പോൾ, ഇഷ്ടമില്ലാത്ത പണികളിൽ ഏർപ്പെട്ട് നിങ്ങൾ ജീവിതം തള്ളി നീക്കുമ്പോൾ, നിങ്ങൾക്ക് സ്ട്രെസ്സും നിങ്ങൾ അനുഭവിക്കുന്ന ആ സംതൃപ്തി ഇല്ലായ്മയും നിങ്ങളെ ക്യാൻസർ രോഗിയാക്കും. അത്രയേറെ ദോഷമുള്ള ഒരു കാര്യമാണത്. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇത്രയും വർഷങ്ങൾ അവർക്ക് സംതൃപ്തി ഇല്ലാതെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഇവർക്ക് ഇനി ഒരു വർഷമേ ഉള്ളെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ ആ ഒരു കാര്യം തീരുമാനിച്ചു, ഏതായാലും എനിക്കിനി ഒരു വർഷത്തോളം ജീവിക്കാനൊക്കെ. എന്നാൽ അത് എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പോകും. അതുകൊണ്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചു. ഈ ജോലി വിട്ടിട്ട് അവർ ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് ഏർപ്പെട്ടു. അതിൻ്റെ ഫലം എന്താണെന്ന് അറിയാമോ? മനസ്സിന് സംതൃപ്തിയും അവർക്ക് ആ കുളിർമയും വന്നപ്പോൾ അവരുടെ ക്യാൻസറും പോയി, അവരുടെ ജീവിതം ആരോഗ്യത്തിലേക്ക് വന്നു. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ഇപ്പോൾ പല ആളുകളും ഗൾഫിൽ നിന്നും മറ്റുമൊക്കെ എനിക്ക് എഴുതി, എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ കഷ്ടപ്പെട്ട് നരയിച്ച് നീർന്നുകൊണ്ടിരിക്കുകയാണ്, ഞെരുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് പലരും പറഞ്ഞു. അതിൻ്റെ അർത്ഥം അവർക്ക് കുറച്ച് പൈസ കിട്ടുന്നുണ്ടെങ്കിലും അവർക്കൊരു വലിയ നഷ്ടബോധത്തോടു കൂടിയാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ ഗൾഫിലായതുകൊണ്ട് എല്ലാവരും നല്ല മോശമാണെന്നല്ല ഞാൻ പറയും. നല്ല നിലയിൽ ജോലി ചെയ്യുന്നവർ അനേകർ സംതൃപ്തിയോടെ ചെയ്യുന്നവരും ഉണ്ടാകാം. പക്ഷേ നമ്മൾ ഗൾഫിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ ചെയ്യുന്നത് സംതൃപ്തികരമായ ഒരു കാര്യമാണ്, അഥവാ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് എന്നൊരു തൃപ്തിയോടുകൂടി, ആത്മസംതൃപ്തിയോടുകൂടി ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നല്ല കാര്യം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നമ്മൾ അങ്ങനെ ഇരിച്ചു തീർക്കേണ്ടതല്ല. നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, നമ്മളെ ജീവിതം ഇനിയുള്ള കാലം എന്ത് ചെയ്ത് നമുക്ക് ജീവിതം ആസ്വദിക്കാൻ സന്തോഷകരമായി പോകാൻ കഴിയും. അങ്ങനെ ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റഡായി ചെയ്യുമ്പോൾ, ആ ഒരു കാര്യത്തിൽ നമ്മൾ പാഷനേറ്റായിട്ട് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ, ആ ഒരു കാര്യത്തിൽ നമ്മൾ മുഴുവൻ ശ്രദ്ധയും പതിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൽ നല്ല വിദഗ്ധനായി മാറുവാനും അതിൽ നിന്ന് വലിയ വരുമാനം നമുക്കുണ്ടാക്കാനും സാധിക്കും. ഏത് മേഖല, അല്ലെങ്കിൽ ഇപ്പോൾ കൃഷിയാണെങ്കിലും. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഈ കാണുന്ന സ്ഥലങ്ങളിൽ ഇവിടെ പൈനാപ്പിൾ കൃഷി ചെയ്തിരിക്കുകയാണ്. ഈ പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന ആൾ ഈ സ്ഥലം പാട്ടത്തിനെടുത്താണ് കൃഷി ചെയ്യുന്നത്. എൻ്റെ അന്വേഷണത്തിൽ ഒരു 100 ഏക്കറിൽ കൂടുതൽ ഏക്കർ കൃഷി സ്ഥലം അദ്ദേഹം പാട്ടത്തിനെടുത്ത് ചെയ്യുന്നുണ്ട്. ഒന്ന് ഓർത്ത് നോക്കി. ഈ റബ്ബർ തോട്ടങ്ങളെല്ലാം വെറുതെ കിടക്കുമ്പോൾ, ഈ തോട്ടമൊക്കെ എന്ന് പറഞ്ഞാൽ 1 ഏക്കർ തോട്ടം ഉണ്ടായിരുന്നെങ്കിൽ ലക്ഷങ്ങൾ ഒരു വർഷം ആദായം കിട്ടേണ്ട സ്ഥാനത്ത് ഇന്ന് ഈ തോട്ടങ്ങൾ വെറുതെ കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി, 5 പൈസ പ്രയോജനമില്ലാതെ. അതേ സാഹചര്യത്തിലാണ് അവിടെ പൈനാപ്പിൾ കൃഷി ചെയ്ത്, തോട്ടം വെട്ടിയ സ്ഥാനത്ത് പൈനാപ്പിൾ കൃഷി ചെയ്ത് അത് 3 വർഷത്തേനാണ് പാട്ടത്തിനെടുത്ത് അദ്ദേഹം അതിൽ നിന്ന് നല്ലൊരു ആദായം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണല്ലോ 100 കണക്കിന് ഏക്കറുകൾ പാട്ടത്തിനെടുക്കുന്നത്. അപ്പോൾ പാട്ടത്തിനുള്ള കൂലി കൊടുക്കണം, അല്ലെങ്കിൽ അതിന് പകരമായിട്ട് എന്തെങ്കിലും പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പാഷൻ എന്തെങ്കിലും തന്നെയായാലും ആ മേഖലയിൽ, കൃഷിയാണ് കൃഷി, വ്യവസായമായ വ്യവസായം, അത് ചെയ്തു തുടങ്ങുക, അതിലേക്ക് മനസ്സ് വെക്കുക. എനിക്കറിയാം പലരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഊരിപ്പോരാൻ എളുപ്പമല്ല, അവരുടെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഇതവരെ ലക്ഷ്യമാക്കി വെക്കുക, എൻ്റെ ജീവിതത്തിൽ ഇതിൽ നിന്ന്, ഈ ഞെരുക്കത്തിൽ നിന്ന് ഞാൻ പുറത്ത് ചാടും, ഞാൻ അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് സ്വതന്ത്രനായി എനിക്കിഷ്ടമുള്ള കാര്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുക തന്നെ ചെയ്യും. എൻ്റെ ജീവിതത്തിൻ്റെ പാഷൻ ഞാൻ കണ്ടെത്തി അത് പ്രവർത്തിക്കും, എൻ്റെ സ്വപ്നങ്ങൾ ഞാൻ പൂർത്തീകരിക്കും എന്നൊരു നിർബന്ധ ബുദ്ധിയോടെ, എന്നൊരു ആവേശത്തോടെ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ മനസ്സിനെ അതിലേക്ക് ഉറപ്പിക്കുക. പുറകെ അതിൻ്റെ വഴികൾ തെളിഞ്ഞു വരും. അപ്പോൾ മോശമായിട്ട് എന്തെങ്കിലും എടുത്തിയാട്ടി നിങ്ങൾ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾ നിങ്ങൾക്കിഷ്ടമുള്ള ആ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സ് വെക്കുകയും അതിലേക്ക് അന്വേഷണം നിങ്ങൾ തുടങ്ങുകയും ചെയ്യുക. നിങ്ങൾക്ക് അധികം താമസിയാതെ തന്നെ അതിലെത്തിച്ചേരുവാൻ കഴിയും. അങ്ങനെ ഒരു കാര്യമായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതം എരിച്ചു തീർക്കുന്നവരാകാതെ ജീവിതം സാക്ഷാത്കരിക്കുന്നവരും സംതൃപ്തിയോടെ ജീവിക്കുന്നവരുമായി തീരാനിടയാകട്ടെ. അതാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.